ഇതാണ് ബുർജ് അൽ അറബ്, 7 സ്റ്റാർ ഹോട്ടലാണ്. കടൽ നിമത്തിയാണ് വച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയൊരു തള്ളൽ കണ്ട, അത് ഹെലിപ്പാഡാണ്. ലോകത്ത് ഒരേ ഒരു ഹോട്ടലേ ഉള്ളൂ ഇത്രയും വലുത്, 7 സ്റ്റാർ ബുർജ് അൽ അറബ്. അത് ദുബൈയിലാണ്. ഇത് കണ്ട കടൽ, ഇതെല്ലാം കടൽ നിമത്തി വെച്ചേക്കണ കെട്ടിടങ്ങളാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലവും നേരത്തെ കണ്ട സ്ഥലവും ഈ സൈഡ് അത്രയും കടൽ നിമത്തിയതാണ്. ഇതെല്ലാം കടൽ നിമത്തിയ ബിൽഡിങ്ങാണ്. കടൽ നിമത്തി ഇതുവരെ വന്നു. ഇത് ഒരു നടപ്പാതയാണ്. രാവിലെ വൈകുന്നേരം ആളുകൾക്ക് നടക്കാൻ വേണ്ടി ചെയ്തിട്ടേക്കണതാണ്. അങ്ങനെയുണ്ട്, കൊള്ളാം, അടിപൊളി. ഇനി ഇങ്ങോട്ട് അവർ നിമത്തും. ഇനി ഇതിനേക്കാളും വലുത് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയായി. അത് പകുതി പണിയായെന്നാണ് അറിയണത്. ആ ഭാഗത്തോട്ട് നമ്മൾ പോണില്ല ഇപ്പം. നല്ല വിശപ്പുണ്ട്. ഇനി തേരെ വീടടുത്താണ്, വീട്ടിലോട്ട് പോവുകയാണ്. ഇതെല്ലാം കടൽ നിമത്തി വെച്ചേക്കുന്ന കെട്ടിടങ്ങളാണ്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. ദുബൈയിൽ അങ്ങനെ ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. ആർക്കെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുകയാണെങ്കിൽ 100% വന്ന് കണ്ടിരിക്കണം, കാണാതിരിക്കരുത്. അത്ര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമുക്കൊന്നും അറിഞ്ഞുകൂടില്ല, നമുക്കൊന്നും പറയാക്കൂല. എനിക്കിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയും വിശാലമായാണ് ദുബൈ എന്നും ഇതിനെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാൻ വേറൊരു ലോകമാണ് മനസ്സിൽ കണ്ടിരുന്നത്. ഇതങ്ങനെ അല്ലല്ലോ. കുറേ മണലാരണ്യവും ഒട്ടകങ്ങളും കുറേ അത്യുഗ്രം കെട്ടിടങ്ങളും അതൊക്കെയാണ് മനസ്സിൽ ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇത് എന്ത് ലോകമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അസാധ്യം, അസാധ്യം എന്ന് വെച്ചാൽ അസാധ്യം. പറയാൻ വാക്കുകളില്ല എന്നുള്ളത്. ഇതിനകത്ത് 75,000 റെസിഡൻസാണ് ഉള്ളത്. ഇത് സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്, വേറെ ഒരിടവും ഇല്ല. മുമ്പ് പാടിയിട്ടുണ്ടല്ലോ, എല്ലാം ഇവിടെ തന്നെ. ബോട്ടുകൾ കിടക്കണ്ട, ബോട്ടുകൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലുള്ള ബോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്താണെന്ന് നമുക്കിത് കണ്ടനൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അത്ര ഭയങ്കരം കടലിടക്കുന്നുണ്ട്. ഈ കടൽ ഇങ്ങനെ നിമത്തിയാണ് ഇത് വെച്ചേക്കുന്നത്. ഈ ഓരോ ഇതിലും അത്രയും വീടുകളാണ്. ഈ റൗണ്ടിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നത് മുഴുവനും ഏറ്റവും വലിയ ഹോട്ടലുകളാണ്. അസാധ്യം. ഇതാണ് പാം വ്യൂ. ഇത് കണ്ട ഓരോ ഇതളുകൾ പോലെയാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഈ എൻഡിൽ നോക്കുമ്പോഴേ രണ്ടാമത്തെ ആ ഇതളിൻ്റെ അങ്ങേ അറ്റം കണ്ട ഒരു വലിയ വീട് കാണാം. അതായത് കാണാമല്ലോ, ആദ്യത്തെ ഒരു ഇതള്, രണ്ടാമത് മറ്റൊരു ഇതള് കണ്ടല്ലേ. രണ്ടാമത്തെ ഇതളിൻ്റെ ആ എൻഡിലൊരു വീട് കണ്ട, ആ വീട് ആണ് അംബാനിയുടെ വീട്. ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയാണ് ഡിന്നർ. അവിടെയാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് അവിടെ പോയി കഴിക്കും. മനസ്സിലായി? ഇത് കണ്ട ഇന്ത്യയിലല്ലേ, അങ്ങനെ എല്ലാ രാജ്യത്തും ഓരോ വലിയ പണക്കാർ കാണുന്നുണ്ട്. എന്താ വ്യൂ നോക്കും. കാറുകൾ പോണ കണ്ട,
ഇത് നമ്മളവിടെ താഴെ നിന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു പില്ലറിൻ്റെ മുകളിൽ കാണും പോലെ കണ്ട സ്ഥലമുള്ളത്. അങ്ങനെയുണ്ട് സംഭവം. ഭയങ്കരം ഫുള്ള് കടൽ നിമത്തിയാണ് ഇത് വെച്ചേക്കണത്. അതിൻ്റെ ഇടയിലെല്ലാം കടൽ കിടക്കണുണ്ട്. മനസ്സിലായി? നമുക്കതിപ്പോൾ അതിൻ്റെ ചുറ്റും കാണുന്ന ഒരു സർക്കിൾ കണ്ട, അതിലേ കൂടെ നമ്മളെ കാറിൽ പോവാം. അതിപ്പോൾ ഇത് കഴിഞ്ഞ് പോകാം എന്നാണ് അറിയിക്കുന്നത്. എല്ലാം ഫുള്ള് കടൽ നിമത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് വഴികൾ. ഇത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അവനകത്തുള്ള കടലാണ്, അവരുടെ കടലാണത്. അസാധ്യമെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ നാട്ടിൽ ഒരു വയൽ നിമത്തി ഒരു വീട് വയ്ക്കാൻ ആക്കില്ല, നമ്മളെ സർക്കാർ സമ്മതിക്കില്ല. ഇവിടെ ആണുങ്ങൾ കടൽ നിമത്തി വീട് വെച്ചേക്കുന്നു. വീടുകളല്ല, കൊട്ടാരങ്ങൾ വെച്ച് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. കാണേണ്ടതാണ്. കണ്ട ഇവിടെ വന്ന് ഇതൊക്കെ കാണാതെ പോവുകയാണെങ്കിൽ ഭയങ്കര നഷ്ടങ്ങളാണ്. വലിയ നഷ്ടമെന്ന് വെച്ചാൽ വലിയ നഷ്ടമാണ്. ബിൽഡിങ്ങുകൾ കണ്ട മെട്രോ മെട്രോയിൽ പോകണുണ്ടോ? അസാധ്യം. എന്താ ബിൽഡിങ്ങുകൾ! ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണെത്തൂല, അത്രയ്ക്ക്